പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ട തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങൾ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഉത്രാട പാച്ചിൽ പോലെ ഒരു ഗവൺമെൻറ് ഓഫീസർമാരുടെ ഒരു പാച്ചിലാണ്. ഇന്നത്തെ ദിവസമൊക്കെ പഞ്ചായത്ത് രാത്രി 12 മണി വരെ പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ബില്ല് പാസ്സാക്കിയിട്ടില്ല. ചില സമയത്ത് ട്രഷറി ബാനാകണ മുമ്പ് ബില്ലെല്ലാം പാസ്സാക്കിയിട്ടുണ്ട്. എന്ത് ടെൻഷനാണെന്ന് അറിയാം. എഴുതി എല്ലാം ഇങ്ങനെ അരികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ കോൺട്രാക്ടർമാരും ഇപ്പോൾ വർക്കേഴ്സും അല്ലാത്തവരും എല്ലാവരും പണം സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളവരെല്ലാവരും അവർ ഓഫീസ് ലെവലിലും ടെൻഷൻ അടിക്കണ ഒരു ടൈമാണിത്. നമ്മൾ എത്ര നേരത്തെയൊക്കെ ഹോംവർക്ക് ചെയ്ത് വെച്ചാലും ഈ സമയത്ത് ഇതിൻ്റെതായിട്ടുള്ള ഉത്രാട പാച്ചിൽ പോലെ ഒരു പാച്ചിലുണ്ടാവും. ഞാൻ ഈ സമയത്ത് എല്ലാവരെയും ഞാൻ ആശീർവദിക്കണേ. കർത്താവ്, ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന ബില്ല് പാസ്സാക്കാൻ വേണ്ടി വിഷമിക്കുന്നവർ, അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, സംഘർഷങ്ങളും സങ്കടങ്ങളും ഇല്ലാതെ ഇത് അവസാനിപ്പിച്ച് സമാശ്വാസമായിട്ടത് കിട്ടാനും അത് കൊടുക്കേണ്ടവരെ അതിനെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി വേല ചെയ്യുന്നവരെല്ലാവരും നീ ആശീർവദിക്കണേ. ആരോഗ്യത്തിലിരിക്കണമേ. സ്വസ്ഥവും സമാധാനമായിട്ട് കിടത്ത വിഷയമെല്ലാം പര്യവസാനിക്കാൻ ഈ വർഷം, സാമ്പത്തിക വർഷം പര്യവസാനിക്കണ ഈ ദിവസം കർത്താവ് സർക്കാരിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സർക്കാരിനെ ഉപജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട്. ഈശോയെ, അവരെല്ലാം അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, 31-ാം തീയതിക്ക് മുമ്പ് ലാസ്റ്റ് ഡേറ്റ് ഇട്ട് ചെയ്തിരിക്കണ ഓരോ വിഷയത്തിനും കർത്താവെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ പരീക്ഷ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ തുടങ്ങിയിട്ട് 1.5 മാസമായി. പലതരത്തിലുള്ള പരീക്ഷകളാണ് ഉള്ളത്. മത്സര പരീക്ഷ ഉണ്ട്. കർത്താവ് എഡ്യൂക്കേഷൻ്റെ പഠന സ്കൂളിങ്ങിൻ്റെയും കോളേജിൻ്റെയും പരീക്ഷകളുണ്ട്. അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകളുണ്ട്. ഓരോ തരം പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരെയും അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് കർത്താവ് വലിയ രോഗികളായി മാറിയവരും
പരീക്ഷ കൊണ്ട് ടെൻഷൻ അടിച്ച് പരീക്ഷ മാറ്റി വെക്കണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവരെല്ലാം എഴുതാൻ വേണ്ടി കർത്താവ് നീ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരെഴുതുന്നതിലെ കർത്താവെ അവരുടെ പരാധീനതകളെ നീ പരിഹരിക്കണമേ എന്ന് കർത്താവ്. എന്ത് രോഗമായാലും കർത്താവെ പോയി എഴുതിയിട്ട് ചിലത് കർത്താവെ അങ്ങനെയുള്ള എല്ലാ മക്കളും നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. അവിടെ കഴിവുകൾ പൂർണ്ണമായിട്ട് സീറോ ആയി പോവുകയും എന്നാൽ അവർ പോയി എഴുതുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അതിലവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ യോഗ്യത കൊണ്ടല്ല കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ അവർ കരകയറി പോകാൻ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ആശ്രയിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ, പീഡിതരെ, അതുപോലെ തന്നെ ഗർഭിണികളെ, അതുപോലെ തന്നെ ഉള്ള ആശുപത്രി മാസങ്ങളോളം താമസിക്കുന്നവർ, പല പല മരുന്നുകൾ എടുത്തിട്ടും ഗതി പിടിക്കാതെ രോഗമായിട്ടിരുന്നിട്ട് മനസ്സിൻ്റെ ധൈര്യം പോയവർ, കർത്താവെ മനസ്സിൻ്റെ ധൈര്യം പോയവരെ നീ ആശീർവദിക്കണമേ ഈശോയെ. അവരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ചില സമയത്തെ നമ്മൾ ദൈവത്തെ നമ്മളറിയാതെ തന്നെ സൈഡ്ലൈൻ ചെയ്യും. അത് ഞാൻ ഒരു 10-21 ലക്ഷം മനുഷ്യരെ കൗൺസിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കുറേ ഇടവകയിൽ ഇരുന്നിട്ടുണ്ട്. കുറേ മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ദൈവത്തിന് അവിടെ ഒന്നാം സ്ഥാനമൊന്നുമില്ല. ദൈവം ഒരു ആഡംബര വസ്തുവിനെ പോലെ, വ്യക്തിയെപ്പോലെ. നമ്മൾ ആഡംബരത്തിന് വേണ്ടി ഇപ്പോൾ അടിയന്തരം ഉള്ളപ്പോൾ മാത്രം വിളിക്കത്തില്ലേ, അടിയന്തരം ഉള്ളപ്പോൾ മാത്രം വിളിക്കുന്ന കുറേ ബന്ധുക്കളിൽ നമുക്ക് അനുദിന ജീവിതത്തിലൊന്നും അവർ നമ്മുടെ ഒരു ആരുമല്ല. ശരിക്കും നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കണം, വിളിക്കണതൊക്കെ അന്നേരം. പക്ഷേ അടിയന്തരമാകുമ്പോൾ ആൾക്കാർ വിളിക്കും. അത് ദൈവം ഇതുപോലെ ഒരു അടിയന്തര വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. അടിയന്തര വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസ്റ്റിവലിനും അതുപോലെ തന്നെയുള്ള സമയത്ത് നമ്മൾ കല്യാണം, അതുപോലെ തന്നെ ആണ്ടടിയന്തരം, ഇതിനൊക്കെ മസ്റ്റായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ വിളിച്ചില്ലെങ്കിൽ തിരക്കത്തില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, നാട്ടുകാർ ചോദിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരെയൊക്കെ ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കണ കുറേ ബന്ധങ്ങളുണ്ട്. ദൈവം അതിലൊരാളാണ്. ചിലർക്ക് സഭാപ്രസംഗിയുടെ 3-ാം അധ്യായം 11-ാമത്തെ വാക്യെടുത്തേ. അവിടുന്ന് സമസ്തവും അതതിന്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം, ശുഭമായിരിക്കത്തക്ക വിധം, ഭംഗിയായിരിക്കത്ത വിധം സൃഷ്ടിച്ചു. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ ഇതെല്ലാം ദൈവം ഇപ്പോൾ സൗന്ദര്യമായാലും ആരോഗ്യമായാലും ജോലിയായാലും എല്ലാ കാര്യം, വീടായാലും എല്ലാം നല്ലതുപോലെ ചെയ്യണം. എന്താണ് അത്? ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള നമ്മുടെ മനസ്സിൻ്റെ യോജിപ്പാണിത്. പക്ഷെ വരുന്നൊരു വിഷയം, നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും നല്ലതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു വലിയ ഒരു ഇറാഖി ഭരണകാലത്ത് അവിടെ ജോലി ഉണ്ടായിരുന്ന ഒരു സഹോദരൻ്റെ വീട് വെഞ്ചരിക്കാൻ ചെന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വീട് നല്ല വലിയ വീടാണ്. അപ്പോൾ അതെല്ലാം വെഞ്ചരിച്ച്, മുറികളൊക്കെ എല്ലാം വെഞ്ചരിച്ചു, അപ്പ് സ്റ്റെയറും എല്ലാം വെഞ്ചരിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവസാനം ഹൃദയപ്രതിഷ്ഠ എടുത്ത് വന്ന്, വീട് വെഞ്ചരിച്ച് കഴിഞ്ഞാൽ ഹൃദയപ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ ഹൃദയപ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഞാൻ ഹൃദയപുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഹൃദയത്തിൻ്റെ രൂപം എവിടെയാണ് പ്രതിഷ്ഠ ചെയ്യുക? അപ്പോൾ ഏത് മുറി? പ്രാർത്ഥന മുറിയിൽ. അപ്പോൾ എന്നെ സംഭവം അറിയാമോ? ഒരു സ്റ്റെയർ കേസ് പോയിട്ടുണ്ട്. ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇത്തിരി സ്ഥലമുണ്ട്. അത് കളയാതിരിക്കാൻ വേണ്ടി കർത്താവിനെ കൊണ്ട് അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇത്ര മനുഷ്യർ സഭയിലുണ്ട് വെച്ചാൽ ബോധമില്ല, പണം തലക്കടിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ആൾക്കാർ. അവിടെ കൊണ്ട് ചിലർ അതിൻ്റെ താഴെ വേണമെങ്കിൽ ഈ ഫേസ് വാഷ് ചെയ്യേണ്ടത്, അത് ഫേസ് വാഷ് ചെയ്യുന്ന സ്ഥലം പോലെയൊക്കെ തോന്നുന്നു. പക്ഷേ അവിടെ വെച്ചിരിക്കുന്നത് ഹൃദയത്തിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്നുവെച്ചാൽ പ്രാർത്ഥനാമുറി അങ്ങോട്ട് വരുമ്പോൾ ഈ രാജകീയമായിട്ട് ഇറങ്ങി വരണ സ്ഥലത്ത്, കയറിപ്പോണ സ്ഥലത്ത് അത് പ്രാർത്ഥനയുടെ സ്ഥലമാണത്. പക്ഷേ അതിന് പകരം അവിടെ സ്റ്റെയർ കേസായിപ്പോയി. വെച്ചാൽ അത്രയും വിഡ്ഢിയാന്മാരായ എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് ദൈവത്തെ മറന്ന് ജീവിക്കും. അപ്പോൾ എന്താ പരിപാടി? അതെല്ലാം അശുഭമാകും. പിന്നെ അവിടെ രോഗങ്ങളൊക്കെ, കഷ്ടപ്പാടൊക്കെ നമ്മൾ തന്നെയാണ് അശുഭമാക്കുന്നത്. നമ്മുടെ വീടിൻ്റെ സ്ഥാനവും കാര്യങ്ങളൊന്നും അല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം, ദൈവത്തിൻ്റെ സമയം,
ആ ദൈവത്തിൻ്റെ സമയം മനുഷ്യന്മാരെടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾ പ്രാർത്ഥനയുടെ സമയമാണത്, അത് കർത്താവിൻ്റെ സമയമാണ്, അത് ദൈവത്തിന് സമയം കൊടുക്കണം. ആ സമയം മമ്മി എനിക്ക് പഠിക്കാനെന്ന് കഴിഞ്ഞാൽ നീ പഠിച്ചിട്ട് എവിടെ ചെല്ലാനാണ്? പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നീ ജോലി കിട്ടുമായിരിക്കും. ജോലി കിട്ടിക്കഴിയുമ്പോൾ നീ ജോലി കിട്ടും, നീ നല്ല കല്യാണം കഴിക്കും. പക്ഷെ അതുകൊണ്ട് ജീവിതമായില്ല. ഒരു അസുരവിത്ത് മന്ദബുദ്ധി ജനിച്ചാൽ പോരെ, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ദൈവത്തെ മറന്ന്, അതായത് ഇതാണ് ഈ ധൃതി കാണിക്കുന്നത് പറഞ്ഞൊരു കാര്യം. അശുഭമായി പോണതും ധൃതിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ജീവിതത്തിൽ അല്പം ശാന്തമാവുക. ദൈവം ശാന്തമാക്കുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുക. ഇന്നലെയൊക്കെ വായിച്ചു കേട്ടില്ലേ, തോബിയാസ് 14:9. ഒന്നിനു വായിച്ചത്, നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും ദൈവത്തിന്റെ വചനം പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. അപ്പൊ നീതിയോടെ വർത്തിക്കാം. പക്ഷെ അപ്പോഴേ നിനക്ക് ശുഭം ഭവിക്കണം നിർബന്ധമില്ല, കരുണയോടെ വർത്തിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ പറഞ്ഞൊരു സാക്ഷ്യമാണ് രാജീവിൻ്റെ സാക്ഷ്യം. അച്ഛൻ ഈ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോയി ആ സാക്ഷ്യം വീണ്ടും ഒന്ന് കേൾക്കണം. നമ്മുടെ സങ്കീർത്തനങ്ങളും കർത്താവിൻ്റെ വചനങ്ങളും ഒക്കെ വായിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യൻ്റെ വർത്തമാനകാല ദൈവ അനുഭവത്തോട് ചേർത്ത് വെച്ചാണിത് വായിക്കുന്നത്. കാരണം സങ്കീർത്തനങ്ങൾ നമ്മളെ കുമാരനാശാൻ്റെ കവിത പോലെ ഹീബ്രു കവികൾ വെറുതെ എഴുതണമല്ല, സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകണതല്ല. കവിതകളെല്ലാം സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പക്ഷേ സങ്കീർത്തനങ്ങൾ ദൈവാനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാണ് വ്യത്യാസം. കവിതകളും സങ്കീർത്തനങ്ങളും തമ്മിലുള്ള പ്രകടമായ അടിസ്ഥാനപരമായ വ്യത്യാസം, ഒന്ന് സങ്കല്പത്തിൽ നിന്നുണ്ടാകും, മനുഷ്യാനുഭവങ്ങളിൽ നിന്ന്; മറ്റത് ദൈവാനുഭവങ്ങളിൽ നിന്നുണ്ടാകും. അതാണ് വ്യത്യാസം. ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ രാജുവിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതാണ്. ഈ രാജുവിന് 42 വയസ്സുണ്ട്, വൈഫിനുണ്ട് 41 വയസ്സ്. അപ്പോഴേ ഒരു ദിവസം അവർ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാമല്ലോ, ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതൊക്കെ ഉടമ്പടി എടുത്തെന്നല്ല പറയണത്, ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്നാണ് പറയണത്. പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെ പറയണത്. ഇത് പ്രൈമറി സ്കൂളിൽ, ഉടമ്പടിയുടെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയണത് ഞങ്ങൾ ഉടമ്പടി എടുത്തെന്നാണ് പറയണത്. അതിൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയും ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണെന്ന് പറയും. ഇത് വ്യത്യാസം അതാണ്. അപ്പോൾ രാജീവും ഭാര്യയും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ദൈവം ആ ഉടമ്പടി പക്കയാണെങ്കിൽ, പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവം എപ്പോഴും അവിടെ വഴികളിലുണ്ടാകും, വീടുകളിലുണ്ടാകും, എവിടെയെല്ലാം. വേറെവർ വി ഗോ, ഉടമ്പടി നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം, ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്നാണ്. അതായത് ജോഷുവ 1:9 നമ്മൾ എപ്പോഴും പറയുന്നതാണ്, വേറെവർ യു ഗോ. പിന്നെ ഇപ്പോൾ ജോഷുവയുടെ 33 അല്ല, പുറപ്പാടിൻ്റെ 33:14 ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. തമ്മിൽ കൂടി വെക്കുമ്പോഴേ ഇപ്പോൾ ജോഷുവ 1:9 ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും, ഈവൻ ഇൻ യുവർ വെന്റിലേറ്റർ, നിൻ്റെ വൈഫ് അവിടെ വരത്തില്ല, പക്ഷെ ഞാൻ അവിടെ വരും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ പ്രത്യേക വിശേഷ വിദ്യയായി. ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് ഇന്ന് ലഭ്യമായ ലളിതവും കൃത്യവുമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്ന് പറയുന്നത്. ഈ ദിവസം ഈ ആഴ്ചയിലുള്ള സാക്ഷ്യങ്ങളെല്ലാം ആ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ രാജീവും വൈഫും ഉടമ്പടി ജീവിക്കുന്നവരാണ്. അപ്പോഴും പെട്ടെന്ന് അപ്പം ഉടമ്പടി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം സുനിശ്ചിതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോഴേ ഉടമ്പടിയിൽ പ്രയുക്തമായിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണല്ലോ. കാര്യം ഇത് മരിയൻ കവനല്ലേ നമ്മൾ ചെയ്യണത്. അപ്പം അമ്മയുടെ സാന്നിധ്യമാണ് എല്ലാവരും കൂടുതലായിട്ട്, ഒരു 70% എബവ് ആൾക്കാർ അനുഭവിക്കുന്നത് മരിയൻ പ്രസൻസാണ്. അപ്പോൾ മരിയൻ പ്രസൻസിന് സ്വർഗീയ സുഗന്ധമാണ്, അലൗകികമായ, നമ്മുടെ നാസ്തികയ്ക്ക് അത്രയും പരിചയമില്ലാത്ത ഒരു വ്യത്യസ്തമായ സുഗന്ധമാണ്. അപ്പോൾ ഈ രാജീവും വൈഫും കൂടി ഇരുന്ന് രാത്രി, കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി, 2 കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞുണ്ടാവും, ഉറങ്ങിക്കഴിഞ്ഞ് ഇവർ 2 കൂടി എന്ത് ദൈവികമായ കാര്യവും വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുഗന്ധം ഇങ്ങനെ വന്ന്, തണുത്ത സുഗന്ധം മുറി മുഴുവൻ വ്യാപിക്കും.
വൈഫ് ഒരു ആനന്ദ അനുഭൂതിയിൽ കരയാൻ തുടങ്ങും. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഈ മുറി മുഴുവൻ അങ്ങ് നിറയുക. അതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലേ, ഇത് എല്ലാ ദിവസവും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അങ്ങനെ അത് കഴിയുമ്പോൾ അപ്പോൾ ഹസ്ബൻഡ് പറയും മാതാവ് നമ്മുടെ കൂടെയുണ്ട്, അമ്മ എന്തോ അടയാളം നമുക്ക് തരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർ ചുമ്മാ കൊണ്ടുപോയി 2 ദിവസം കഴിയുമ്പോൾ വൈഫ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും. 42 വയസ്സുണ്ട്. എന്നാലും അമ്മ വന്നല്ലോ, അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഒരു അടയാളം കിട്ടുമോ വിചാരിച്ചുകൊണ്ട് പോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും. അപ്പോഴത് പോസിറ്റീവ് ആകും. അപ്പോൾ ഡോക്ടർമാർ പറയും ഒരു നാളൊക്കെ പോകത്തില്ല, നിങ്ങൾക്ക് ഷുഗറാണ്, ഇത് ഹൈ റിസ്ക് ആണെന്ന് പറയും. ഹൈ റിസ്ക് ആണ് ഈ സമയത്ത് പ്രഗ്നൻ്റ് ആകണത്. കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു, നേരത്തെ ഇവർ ഈ വിഷയത്തിന് ഡോക്ടർമാർ കാണിക്കുമ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിലൂടെ നടക്കത്തുള്ളൂ, സ്വാഭാവികമായും നടക്കത്തില്ല എന്ന് പറയുമായിരുന്നു. ട്രീറ്റ്മെൻറ്റിലൂടെ നടന്നാൽ പോലും അത് ഒത്തിരിയേറെ കോസ്റ്റ്ലിയാണ്, ഹൈ റിസ്ക് ആണ്. ഈ മാനുഷ്യമായിട്ട് കാര്യങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ ഇതാണ്. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. രണ്ടാമത്തത് ഹൈ റിസ്ക് ആയിരിക്കും. ദൈവികമാകുമ്പോഴേ കോസ്റ്റ്ലി ആയിരിക്കത്തില്ല, അതിനകത്ത് റിസ്ക് ഇല്ല. അതാണ് എൻ്റെ വ്യത്യാസം എന്നാണ്. അനോയിൻറ്റിങ് മോഡിലാണ് ഉടമ്പടിയുടെ ഒരു സംഭവം. അത് നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര പാടാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഹ്യൂമൻ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. മാനുഷികമായ അത്യുധ്വാനത്തിന് വിധേയമായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയുടെ എല്ലാ ഉടമ്പടി ഡിമാൻഡ്സും പ്രധാനം അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. രോഗികളെ പോയി കാണണം, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം. ഇയാൾ ഈ രാജീവ് എന്ന് പറഞ്ഞ ആൾ പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടെ ചെയ്യുന്ന ആളാണ്. കാര്യം ഒരു പത്രം, കൃപാസനം പത്രം കൊടുക്കാൻ വേണ്ടി 10 കിലോമീറ്റർ നടന്നു പോയ ആളാണ്. ഇതിങ്ങനെയൊക്കെ മനുഷ്യർ ഉടമ്പടി ചെയ്യണത്. ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ദൈവം മാറുക. നിങ്ങൾ ഉള്ള ഉടമ്പടി പത്രം മുഴുവൻ ഒരു പണിയും ചെയ്യത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നേച്ചും കർത്താവ് അനുകരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതിന് നിങ്ങൾ വേറെ വല്ല പരിപാടിക്കും പോകാനില്ല. ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമാറ്റുകളുണ്ട്. അത് സത്യസന്ധമായിട്ട്, അത് വൃത്തിയായിട്ട്, സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതെന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടിയുടെ പ്രയോറിറ്റിയും അതുപോലെ തന്നെ അത് ദൈവമായിരിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടിയുടെ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾ പെട്ടെന്ന് അതിൽ ഹൈസ്കൂളിലേക്ക് മാറുന്നതെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ ഉടമ്പടിയുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെഫറൻസ് വെച്ചിരിക്കുന്നത് ഭൗതികമായ കാര്യമാണെന്ന് വിചാരിച്ചോ. വസ്തു വിൽക്കുകയോ അല്ലെങ്കിൽ കടങ്ങൾ പരിഹരിക്കുകയോ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടുകയോ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ ഇത് ഹ്യൂമൻ ഫോർമാറ്റിൽ കിടക്കുകയാണ്, മാനുഷികമായ ലെവലിലാണ് കിടക്കുന്നത്. ഇത് പെട്ടെന്ന് ഹൈ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള മാർഗം ഉടമ്പടി ലക്ഷ്യം ദൈവികമാക്കി മാറ്റണം. ഇപ്പം മാനുഷികമല്ലേ, അത് പെട്ടെന്ന് ദൈവമാക്കി മാറ്റണം. ഇത് കാര്യം ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്തെല്ലാം, ദൈവമായിട്ട് എങ്ങനെ ഉയരാൻ പറ്റും, ദൈവത്തിനെ എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും, ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇങ്ങനെ ദൈവത്തെ കുറിച്ച് മാത്രം ദൈവത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ട് വേണം ചിന്തകളെല്ലാം ക്രമീകരിക്കാൻ. ഇപ്പം നിങ്ങളുടെ ജീവിത പ്രശ്നത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു 90% പേരും ഉടമ്പടിയെ സമീപിക്കണം. അതുകൊണ്ടാണ് ലാഗ് ചെയ്യേണ്ടത്. ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടി പക്ക ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിരിക്കണേ. അതിൻ്റെ ലാഗ് ചെയ്യത്തില്ല. അതിൻ്റെ അകത്ത് അതിങ്ങനെ ദൈവം 2 എന്ന് പറഞ്ഞാൽ അത് 2.1 3.99 ആകത്തില്ല. അത് 2 തന്നെ ആയിരിക്കും. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കാനോ സാധ്യതയുണ്ടെന്നല്ല, ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പം അതിങ്ങനെ ചിലർക്ക് ചങ്കിൽ ഈ സംഭവം അടിച്ചങ്ങോട്ട് കയറും. നിങ്ങളെ കംപ്ലീറ്റ് പ്രെയർ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയാണ്. അതായത് ദൈവം പെട്ടെന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം. വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവസ്നേഹം വളരാൻ തുടങ്ങും. പിന്നെ എങ്ങനെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാം. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ 10 കിലോമീറ്റർ സഞ്ചരിച്ചു പോയി കൃപാസനം പത്രത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത്. അപ്പോൾ അവരോട് മാതാവ് മനസ്സിലൊരു ഉൾക്കാഴ്ച കൊടുക്കും. ഇതെവിടെയാണ് അനുഗ്രഹത്തിൻ്റെ ബ്യൂട്ടി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും. എവിടെയാണ് ഇതിൻ്റെ മർമ്മമുള്ളത്, അനുഗ്രഹത്തിൻ്റെ മർമ്മമുള്ളത് എവിടെയാണെന്ന് ദൈവമായിട്ട് നിങ്ങൾ പ്രേയറിലും സത്യസന്ധയിലും ഉടമ്പടി പ്രകാരം അടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് തരും. ഇന്ന സാധനങ്ങളിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞ് ഇത് പത്രത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നീ എത്രയായാലും ഇത് കൊണ്ടേ കൊടുക്കുക. അതുവഴി കർത്താവിനെ അറിയാത്തത് അറിയും, അറിഞ്ഞവർ മഹത്വപ്പെടുക, ഇതിൽ ദൈവം മഹത്വപ്പെടും എന്നൊക്കെ അവർക്ക് ആ ആന്തരിക ബോധ്യം കിട്ടും. ആന്തരിക ബോധ്യം കിട്ടാത്തവർ ഇത് എവിടെ കൊടുക്കാനാണ്, ഞങ്ങൾ തന്നെ കൊടുക്കാനില്ല, വല്ലവരും കാണും, അവരെന്ത് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അളിഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ട് മോന്തം കയറ്റി നടക്കും. ഈ പിശാചുകൾ ഉടമ്പടി എടുക്കരുത്. വാസ്തവത്തിൽ
നിങ്ങളുടെ സ്പേസ് നരകത്തിൽ നേരത്തെ വെച്ചിരിക്കുന്നതാണ്. കാര്യം നിങ്ങൾ അല്പവിശ്വാസികളോ ദൈവത്തെ ജീവിതം കൊണ്ട് പരീക്ഷിക്കാൻ വന്നിരിക്കുന്ന പിശാചിൻ്റെ പിണിയാളുകളോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് വിശുദ്ധിയോടെയും സത്യസന്ധമായിട്ടും സ്വന്തം ജീവിത ആവശ്യത്തെക്കാൾ ഉപരി ദൈവത്തെ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ആ ഒരു ബോധത്തിന് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ പടപടാന്ന് നിൽക്കും ഈ സംഭവം. എന്നൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ സത്യസന്ധമായി ദൈവത്തിൻ്റെ അടുക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യും? ആ വ്യക്തിയുടെ കുടുംബത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം നിറയുകയും ആ സാന്നിധ്യം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്വർഗീയ സുഗന്ധം ഇങ്ങനെ പരന്നു വരണത്. സ്വർഗീയ സുഗന്ധം അത് ഫീൽ ചെയ്തിട്ട് ഇവരുടെ ഉള്ളിൽ നിന്ന് ആനന്ദ അനുഭൂതിയിൽ അഭിഷേക നിറവിൽ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് കരയുകയാണ്. അപ്പോഴവർക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് റിസ്ക്കാണ്, ഷുഗർ ഇത്രയും ഉള്ളതല്ലേ, അപ്പോൾ റിസ്ക് ആണെന്ന് പറയുമ്പോൾ ഇവരെന്താ പറയണത്? ഇത് ഉടമ്പടിയുടെ കുഞ്ഞാണ്, ഇതിൻ്റെ റിസ്ക് കവർ ചെയ്യേണ്ടത് ആരാണ്? മാതാവാണെന്ന് പറയും. എന്നിട്ട് അവസാനം ഈ കുഞ്ഞ് വളർച്ച പ്രാപിച്ച് ഇതിൻ്റെ ഡെലിവറി ടൈമിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വൈദ്യശാസ്ത്രം പറയും. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയും ഇത്രയും ആ കുഞ്ഞ് സാധാരണ ഉള്ളതിനൊക്കെയായിട്ട് 300 400 ഒക്കെ ഉണ്ട്, വലിയ കുഞ്ഞാണ്, ഇത്രയും ഒരു പ്രതീക്ഷിച്ചില്ല. അതിനൊരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് നടക്കും കാര്യങ്ങളൊക്കെ. കാര്യം ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇത് ലോ റിസ്ക് ആയിട്ട് മാറി. ലോ റിസ്ക്, ഹൈ റിസ്ക് ആയിരുന്ന സംഭവം ലോ റിസ്ക്കായി മാറി, ഈസി ആയിട്ട് മാറി. യാതൊരു ഉത്കണ്ഠയുമില്ല, പേടിയില്ല, ഒന്നുമില്ലാതെ. അത് ഈ ഹൈ റിസ്ക് ലോ റിസ്ക് ആയിട്ട് മാറുന്ന വിഷയം ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു പ്രൊമോഷനാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലൈറ്റ് വെയിറ്റ് എന്ന് നമ്മൾ പറയും. ലൈറ്റ് വെയിറ്റ്, അത് ഈ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ വളരെ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങൾ അപ്പോൾ 11:28 പറയാം, 11:28, അതുപോലെ ജോഷുവ 24:13, അതിലെല്ലാം ഈ ലൈറ്റ് വെയിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഭാരം ലഘുവാണെന്ന് അർത്ഥം. ഭാരം ലഘുവാണ്. അപ്പോൾ ഇത് ഹൈ ആയിട്ട് വെയിറ്റ് ആയിട്ടുള്ള സംഭവത്തെ ഇങ്ങനെ ദൈവം ഇടപെട്ട് അത് ലഘുവാക്കി കൊടുക്കും. ഹൈ റിസ്ക് എന്ന് പറഞ്ഞതിനെ ലോ റിസ്ക് ആക്കി കൊടുക്കും. യോഹൻ ജോഷുവ എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോഷുവ 24:13. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. അപ്പോൾ നമ്മൾ അധ്വാനിക്കാത്ത, നമുക്ക് റിസ്ക് ഇല്ലാത്ത, നമുക്ക് വ്യയമില്ലാത്ത, നമുക്ക് ഭാരമില്ലാത്ത, ദൈവം നേരിട്ട് ചെയ്യുന്ന അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉടമ്പടിയുടെ ഒരു പ്രോമിസിൻ്റെ ഭാഗമാണ്. ഇതാണ് ലൈറ്റ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞത്. നമ്മൾ തന്നെ അതിന് അധ്വാനിക്കണം നിർബന്ധമില്ല. ദൈവം അത് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യും. എൻ്റെ മക്കളെ, എനിക്ക് തോന്നുന്നത് നോട്ട് ബൈ മെറിറ്റ് പോലെ ഏറ്റവും ടോപ്പ് സംഭവമാണ് നിങ്ങൾ, അതായത് നമ്മൾക്ക് പറ്റാത്തതും നമ്മൾക്ക് ചെയ്താൽ വിജയിക്കാത്തതുമായ വിഷയങ്ങൾ ദൈവം നേരിട്ട് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് ചെയ്യണം. ഇതെല്ലാം പ്രസൻസിൻ്റെ വിഷയമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ, അതും ഈ ലൈറ്റ് വെയിറ്റും തമ്മിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ദൈവം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രസൻസാണ് മറ്റ് എല്ലാ പ്രാർത്ഥനാ രീതികളെക്കാളും ഉടമ്പടിയുടെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യണത് പ്രസൻസാണ്. നിങ്ങളെപ്പോഴും നിങ്ങളെ ബുദ്ധിപരമായിട്ട് വേണം ഉടമ്പടിയെ സമീപിക്കാൻ. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഉടനെ വിസ വന്നില്ലല്ലോ, അല്ലെങ്കിൽ പറമ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വഴിക്കണ്ണെന്നിട്ട് നോക്കരുത്. നിങ്ങൾ വഴിക്കണ്ണം നടാൻ നിങ്ങൾക്ക്, പക്ഷെ അത് ദൈവത്തിലേക്കായിരിക്കണം. മനസ്സിലായേ? നിങ്ങൾ ഈ വസ്തു വിൽക്കാമെന്നും പറഞ്ഞ ആൾ അഡ്വാൻസ് മേടിക്ക് തന്നിട്ട് പോയി, പിന്നെ അയാളെ കണ്ടില്ലല്ലോ, അയാൾ വന്നു, അയാളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഏജൻസിയോടും കമ്മീഷക്കാരനൊക്കെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ വഴിക്കണ്ണ് വിട്ടിട്ട് നിൽക്കണ്ടേ. നിങ്ങൾ വഴിക്കണ്ണിടുന്നത് ദൈവത്തെ അല്ല, പിന്നെ എന്താണ്? മനുഷ്യനെയാണ്. മനുഷ്യനെ വഴിക്കണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ജന്മം നിങ്ങൾക്ക് തികയാതെ വരും. ഇത് സ്പീഡപ്പ് ആകണമെങ്കിൽ, ബൈ നോട്ട് ടൈം ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഉടമ്പടിയിൽ ദൈവത്തെ വഴിക്കണ്ണിട്ട് നോക്കണം. ദൈവം എൻ്റെ കുടുംബത്തിൽ പ്രസൻസ്. അപ്പോൾ പ്രസൻസിന് മുൻതൂക്കം കൊടുത്താൽ, ആ പ്രസൻസ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മളിത് വചനം വായിക്കണേ. കർത്താവിൻ്റെ വചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പ്രസൻസിലുള്ള ദൈവം നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് വചനം. അപ്പോൾ 1/2 മണിക്കൂർ വചനം വായിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും വചനം അനോയിൻറ്റഡ് ആകുമ്പോൾ ആ വചനത്തിൻ്റെ മീഡിയത്തിലൂടെ ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും.
അതാണ് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേട്ട് ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയണതും, നിൻ്റെ മുഖം നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറയണതും ഈ പ്രസൻസിലുള്ള ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ്. ഇപ്പോൾ സങ്കീർത്തനം 32:8 നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ യെശയ്യാ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശയ്യാ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതുപോലെ ഉപദേശം കിട്ടുന്നുണ്ട്, ആന്തരിക ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ, ഇതാണ് വഴി, ഇതിലേ പോവുക. അതുപോലെ നിങ്ങൾക്കും കിട്ടും. എല്ലാ വഴിയത്തെ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സാക്ഷികളോടെ സംസാരിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ സ്നേഹ കണ്ണൂരിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ സ്നേഹ കണ്ണൂരിൻ്റെ പ്രശ്നം വെച്ചാൽ അവൾ എന്തോ പരീക്ഷ എഴുതിയിട്ട് അതിനകത്ത് എപ്പോഴും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഉടമ്പടി എടുത്ത കക്ഷിയാണ്. ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റേ, അതാണ് വിഷയം. അപ്പോൾ ഒരു ദിവസം എന്താണ് ഈ ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റത് എന്താണ്? ഇവളെ വീണ്ടും അത് ഓർത്തിട്ട് ഇവളെ വിശ്വാസത്തിൽ പിന്നെ ചാഞ്ചല്യമാണ് ഉണ്ടാക്കുന്നത്, ചഞ്ചലിപ്പുണ്ടാക്കും. ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, ഞാൻ പിന്നെ എന്താ പരീക്ഷ തോറ്റത് എന്ന് ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഉടനെ രാത്രി എന്താണ് തോറ്റതെന്ന് കർത്താവ് പറയും. മാതാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മെസ്സേജ്, ഒരു സ്വപ്നം കാണും. എന്നിട്ട് ഇവൾ തുണി അലക്കുന്ന ഒരു സ്വപ്നം കാണും. ഇപ്പം ഈ പണ്ടത്തെ കാലം പോലെ ഒന്നുമല്ല, നേരിട്ട് സംസാരിക്കണം, അപ്പോഴപ്പം തീർക്കേണ്ട കേസ് കെട്ടുകൾ. ഇവൾ പ്രശ്നം എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തില്ല, പിന്നെ എന്താ പരീക്ഷയ്ക്ക് തോറ്റുന്നതാണ്. ഉടനെ മറുപടി രാത്രി വരും. എന്താ പറയുക? മറുപടി രാത്രി തന്നെ എന്താണ്? അമ്മ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഉടനെ ഇവൾ തുണി അലക്കണ കാണും. അപ്പോൾ ഉടനെ അമ്മയോട് പറയും, ഇവളുടെ അമ്മയോട് പറയും, രാത്രി മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഞാൻ തുണി അലക്കുകയായിരുന്നെന്ന് പറയാം. അപ്പോൾ ഉടനെ അമ്മ പറയും, നീ ഉടമ്പടി എടുത്തിട്ട് അതുപോലെ വെറുതെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലിക്ക് മാത്രം ഇരിക്കുകയല്ലേ, വേറെ ഒരു പണിയും ചെയ്യണില്ല. ഇപ്പം ഉണ്ടാരാ ഒരു പണിയും ചെയ്യണില്ല, ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നീ ആദ്യം മര്യാദയ്ക്ക് ആ പത്രം എല്ലാം കൊണ്ടുപോയി പ്രേക്ഷക പ്രവർത്തനം ചെയ്തിട്ട് വല്ല അനാഥാലയത്തിലും പോയി അവിടെ തുണിയൊക്കെ ഇറക്കി കൊടുക്കാൻ പറയും, അമ്മ പറയും. അപ്പോൾ ഇവൾക്ക് പക്ഷേ ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ അവസരമില്ല. എവിടെ പോകണം, ആര് കൂടെ വരും, എങ്ങനെ ചോദിക്കണം, ആരെ കോണ്ടാക്ട് ചെയ്യണം, ഐഡിയ ഇല്ല. പക്ഷേ ഐഡിയ ഇല്ലാതെ ഇവളിങ്ങനെ പമ്മി ഐഡിയ ഇല്ലെന്നും പറഞ്ഞിങ്ങനെ പമ്മി നിൽക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ഈ സ്വപ്നം കണ്ട് ഇവളുടെ അമ്മ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞ ദിവസം പെട്ടെന്ന് അനാഥാലയത്തിൻ്റെ അഡ്രസ്സും കിട്ടി, പോകാനുള്ള സ്വരം കിട്ടി, പോകാനുള്ള ആളും വന്ന് ഇവർ പോയി. ഇവളവിടെ പോയി ബാത്റൂം എല്ലാം കഴുകി കൊടുത്തു, അവിടെ ആ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുത്തു. എൻ്റെ ദൈവമേ, അതോടുകൂടി ആ ഒറ്റ വിഷയത്തിൽ ആ ചാപ്റ്ററെല്ലാം ക്ലോസ് ചെയ്ത്, ഇതാണ് നീ നടക്കേണ്ട വഴി, നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. ആ സെക്കൻഡിൽ തന്നെ ആൾ പരീക്ഷയ്ക്ക് പാസ്സായി, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പെട്ടെന്നാണ് ഈ സംഭവം വരണത്. ഒരു ശ്രദ്ധിക്കട്ടെ മക്കളെ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പാസ്സായെന്ന് വെച്ചാൽ 2 മൊഡ്യൂൾ പോയി. 2 മൊഡ്യൂൾ പോയതല്ല പ്രശ്നം. 2 മൊഡ്യൂൾ പോയിട്ടും മാതാവ് ജർമ്മനി ഇവൾക്ക് പെർമനന്റ് ജോലി കൊടുത്തു. അതാണ് ഇവിടുത്തെ മിറക്കിൾ എന്ന് പറയണത്. ഉടമ്പടി അവളെ കറക്റ്റ് ചെയ്ത്, മാതാവ് പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ, നിങ്ങൾക്കറിയാമല്ലോ ഈ മനുഷ്യന്മാർ കുറേ നിയമങ്ങളൊക്കെ വെക്കും, 4 മൊഡ്യൂളും പാസ്സാകുമെന്നൊക്കെ പറയും. പക്ഷേ അതവരുടെ മെരിറ്റാണ്. പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെരിറ്റിലാണ്, ബട്ട് ബൈ ഗ്രേസിലാണ്. പക്ഷേ അമ്മ നിങ്ങളുടെ ഫയൽ എടുത്ത് കഴിയുമ്പോൾ പോടാവില്ല എന്ന് പറയും, 2 മൊഡ്യൂളൊക്കെ പിന്നെ എഴുതാമെന്ന് പറയും, മേലേക്ക് ജോലി എടുക്കാൻ പറയും. ആദ്യം നിങ്ങളുടെ ദൈവസ്നേഹം എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയുന്നത് അമ്മയെക്കൊണ്ട് നിങ്ങളുടെ ഫയൽ എടുപ്പിക്കുകയാണ്. നിങ്ങൾ പറയണത് ജർമ്മൻ എംബസി ഫയൽ എടുക്കണം എന്നാണ് പറയണം. അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണം എന്ന് പറയണം. അപ്പോൾ വിഷയം മാറും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫോർമാറ്റ് മാറ്റിയാൽ മതി. എംബസി ഫയൽ എടുക്കണമെന്ന് പറയുന്നതിന് പകരം അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണമെന്ന് പറയണം. അമ്മ ഫയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മകളോട് പറയും, മകളെ മര്യാദക്ക് ചെയ്യാനുള്ളതൊക്കെ വൃത്തിമേനയായിട്ട് ചെയ്യാൻ പറയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാവരുടെയും പ്രശ്നം ഉടമ്പടി നിങ്ങൾ ലൈറ്റ് വെയിറ്റാക്കി കളഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി എല്ലാവരുടെയും, അതായത് നിങ്ങൾക്ക് ഉടമ്പടിയിൽ ദൈവസാന്നിധ്യം വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവമാണ് ലൈറ്റ് വെയിറ്റാക്കേണ്ടത്, നിങ്ങളുടെ വിഷയം. പക്ഷെ നിങ്ങൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്ത് ഉടമ്പടി ലൈറ്റ് വെയിറ്റ് ആക്കി. ഇവിടെ അങ്ങനെ അല്ല ചെയ്തിരിക്കണത്. അവളെന്താ ചെയ്തിരിക്കണത്?
ഉടമ്പടി എടുത്തൊരു പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ഇരിക്കുക, ലൈറ്റ് വെയിറ്റാക്കി ഇരിക്കുക, പിന്നെ കഴിയില്ല. അതായത് നിങ്ങൾ കൈ നനയാതെ ഈ സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ പാടായിരിക്കും. കോഴി മുട്ട എന്നെ ബിരിയാണിയില്ലല്ലോ, ഞാൻ ബിരിയാണിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് കോഴി മുട്ടടത്ത് കിടന്നുകൊണ്ട് കൊച്ചു തള്ളക്കോഴി കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കും, അത് കുഞ്ഞു കോഴി പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ബിരിയാണിയില്ലല്ലോ എന്ന്. അപ്പോൾ തള്ളക്കോഴി പറയും ഞാൻ നിൻ്റെ പുറത്ത് വന്ന് കയറി ഇരിക്കട്ടെ 10-20 ദിവസം, അത് പറ്റത്തില്ലെന്ന് പറയും. അതാണ് പ്രശ്നം. അപ്പോൾ ഇരുന്ന് ചീഞ്ഞു പകയുള്ള മുട്ട. അതേ മുട്ടയ്ക്ക് വിരിയണം എന്ന് ഉടമ്പടി നടക്കണം സാക്ഷ്യം പറയണം. പക്ഷേ അപ്പോൾ തള്ളക്കോഴി പറയും ഞാൻ ഇത് ചൂട് വേണ്ടേ ഞാൻ ഈ 10-20 ദിവസം നിൻ്റെ പുറത്ത് കിടക്കാൻ ഇരിക്കട്ടെ. അത് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല. അത് തള്ള വേണേൽ വേറെ വേണം മാറിയിരിക്കാൻ പറയും. മുട്ട പറയും വിരിയത്തില്ല, ആ സാധനം ചീഞ്ഞു പോയുള്ളൂ. പല അണ്ണന്മാരുടെയും ഉടമ്പടി ചീഞ്ഞു പോകാൻ കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ചൂട് ഏക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒരു സംഭവം പോലെ എക്സ്ട്രാ ഇല്ല. ഞങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ ആഡ് ചെയ്തതിൽ പോലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. അല്ല ജോസഫച്ചനോ ഇവിടുത്തെ ശുശ്രൂഷകരോ പ്രാർത്ഥിച്ചോ ആലോചിച്ചോ സങ്കല്പിച്ചോ ഒരു സാധനം ഉടമ്പടി ആഡ് ചെയ്തിട്ടില്ല. ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഉടമ്പടി നിർവർത്തിച്ചുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിക്കാൻ അഭിഷേകം നൽകണമേ. സ്വസ്ഥതയോടുകൂടി ദൈവസ്നേഹത്തോട് ചെയ്യുവാൻ